തിരുവനന്തപുരം മംഗലപുരത്ത് കൊല്ലപ്പെട്ട ഭിന്നശേഷിക്കാരി ശാരീരിക അതിക്രമത്തിന് ഇരയായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ മുറിവുകൾ കണ്ടെത്തി. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നും റിപ്പോർട്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശ് ചേരുകയാണ്. അഞ്ജു, എന്താണ് ഈ കേസിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ, വിശദാംശങ്ങൾ? ലക്ഷ്മി, ഇന്ന് രാവിലെ അതായത് പുലർച്ചയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം അതായത് വെളുപ്പിന് പൂജയ്ക്ക് പൂ പറിക്കാൻ പോയപ്പോഴായിരുന്നു ഈ സംഭവം. മുഖത്ത് മുറിവേറ്റതിന്റെ പാടുകൾ ഒക്കെ ആദ്യഘട്ടത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ബ്ലൗസ് കീറിയ നിലയിലും ഉടുത്ത വസ്ത്രം ഉൾപ്പെടെ പുതപ്പിച്ച നിലയിലുമായിരുന്നു ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. സഹോദരിയായിരുന്നു ഈ തങ്കമണി ആദ്യം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് പോലീസിനെ അറിയിക്കുകയായിരുന്നു. എന്നാലും ഈ മുറിവുകൾ കണ്ട ഘട്ടത്തിൽ തന്നെ പോലീസിന് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. ആ സംശയം ശരിവെക്കുന്ന തരത്തിലാണ് നിലവിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തു വന്നിരിക്കുന്നത്. അതായത് സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ മുറിവുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൃത്യമായി പറയുന്നത്. ഒപ്പം തന്നെ തലക്കേറ്റിട്ടുള്ള ക്ഷതമാണ് ഈ മരണ കാരണമായിട്ട് പ്രധാനമായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഈ നിലവിൽ മണിക്കൂറുകൾക്ക് അതായത് ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ പരിസരത്ത് CCTV ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് മണിക്കൂറുകൾക്കകം പ്രതിയിലേക്ക് പോലീസിനെ എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നത് ആണ് കേസിലെ ഏറെ നിർണായകമായിട്ടുള്ള കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിലിനി ഇയാൾ മാത്രമാണോ അല്ലെങ്കിൽ ഒരു മോഷണത്തിന് വേണ്ടി മാത്രമാണോ ഇത്തരത്തിലൊരു കൊലപാതകം ഉൾപ്പെടെ നടത്തിയത് എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു നേരത്തെ പരിശോധിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഇത്തരത്തിൽ സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ മുറിവുകൾ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം ഉൾപ്പെടെ പുറത്തേക്ക് വരുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തു വന്ന സ്ഥിതിക്ക് ഈ മരണത്തിന്റെ അതായത് ഈ കൊലപാതകത്തിന്റെ ഭീകരത എത്രത്തോളം വലുതാണെന്ന് കൂടി മനസ്സിലാവുകയാണ്. ലക്ഷ്മി. അഞ്ജു ജയപ്രകാശാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.